അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെ എയർപോർട്ട് ഭാഗത്തേക്ക് നേരെ 1.5 കിലോമീറ്റർ ഒന്നുകൂടാ ഉണ്ടല്ലേ. അത് നല്ലൊരു ഗോൾഡിന്റെ കളറാണ് കേട്ടോ. ഉഹുദ് കളർ നോക്കി ഞങ്ങള്. അപ്പൊ ഈ മലക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെട്ട മലയാണ്. നബി തങ്ങൾ തിരിച്ച് മലയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജബലു ഉഹുദിൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഉഹുദ് മല നമ്മെ ഇഷ്ടപ്പെടുന്നു, നാം ഉഹുദിനെയും ഇഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹി തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നബി തങ്ങൾ തിരിച്ച് മലയെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി മലന്റെ മുകളിൽ നിൽക്കായിരുന്നു, ഉഹുദ് മലന്റെ മുകളിൽ നിൽക്കായിരുന്നു. അപ്പൊ ഉഹുദ് മലയിൽ നിന്ന് ഇങ്ങനെ ഇളകി പറിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്ക് മുകളിലൊന്ന് ചവിട്ടിയിട്ട് പറഞ്ഞു, ഉസ്ബുത്ത് യാ ഉഹദ്, ഉഹുദേ സ്ഥിരപ്പെടുക, അടങ്ങുക. നിന്റെ മുകളിലുള്ളത് ഒരു റസൂലും ഒരു സിദ്ദീഖും ഷഹീദാനി 2 ശുഹദാക്കളും ആകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഉഹുദ് മല അടങ്ങി. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ അനുസരിച്ചു. അപ്പൊ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടാണ് വഫാത്താവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കാലക്കൂട്ടി പ്രവചിച്ച് പറഞ്ഞതായിരുന്നു അല്ലെ. ആ പ്രവചനം പോലെ തന്നെയാണല്ലോ സംഭവിച്ചതും. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ അടങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഉഹുദ് മല അടങ്ങി. റസൂലുള്ളാഹി തങ്ങൾ അനുസരിച്ചു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രക്ഷ കൊടുത്ത മലയാണ്. ഖന്തക് യുദ്ധ സമയത്ത് ഉഹുദ് യുദ്ധ സമയത്ത് തന്നെ റസൂലുള്ളാഹി തങ്ങൾ ശർഫാക്കപ്പെട്ട മുൻപല്ല് പൊട്ടിയില്ലേ. അപ്പോ നബി തങ്ങൾ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞൊരു പ്രചരണം ഉണ്ടായി. അപ്പൊ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തോളിലിട്ട് ചുമന്ന് കൊണ്ടുപോയി ഇരുത്തിയത് ഈ മലയുടെ ഇടയിൽ 6 ഉഹുദ് എന്ന് പറഞ്ഞൊരു ഗുഹയുണ്ട്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്. നമുക്ക് അവിടെ പോയി കാണാം. അപ്പൊ ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രക്ഷ കൊടുത്ത മല കൂടിയായിരുന്നു ഉഹുദ് മല. അതുപോലെ റസൂലുള്ളാഹി തങ്ങളോട് സംസാരിച്ച മലയാണ്. ഖന്തക് യുദ്ധ സമയത്ത് കഴിക്കാൻ ഭക്ഷണങ്ങളില്ലാതെ വിശന്നൊട്ടിയ വയറ്റിൽ കല്ല് വെച്ച് കെട്ടി അധ്വാനിക്കാണ് നബിത്തങ്ങളും സ്വഹാബത്തും. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ വയറ്റിൽ കല്ല് വെച്ച് കെട്ടി കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ ഉഹുദ് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ സ്വർണ്ണമായിട്ട് വരട്ടെയോ നബിയെ? അപ്പൊ നബി തങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് തടഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, ഉഹുദിനെ സ്വർണ്ണമാക്കി തരട്ടെയോ നബിയെ? അപ്പോഴും റസൂലുള്ളാഹി തങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് തടഞ്ഞു കേട്ടോ. ഈ നമ്മൾ അടുത്ത വശത്ത് കാണുന്ന മലയാണ് ജബലുർ റുമാത്ത് എന്ന് പറയുന്ന മല. ഈ മലന്റെ പഴയ പേര് ജബൽ ഐനൈൻ എന്നാണ്. ഇവിടെ ഈ മൂലക്ക് നോക്കി നിങ്ങൾ ഒരു കരിങ്കൽ കെട്ട് കണ്ട, അതാണ് ഒരു ചുമരിന്റെ ഭാഗം. അതൊരു പഴയ പള്ളിന്റെ ചുമരിന്റെ ഭാഗമാണ്. കണ്ടില്ലേ? അതാണ് ഇതാ 2 ഭാഗമായിട്ട് കണ്ടില്ലേ? അത് ഹിജ്റ 1-ാം വർഷം ഒരു സ്വഹാബി നിർമ്മിച്ച പള്ളിയായിരുന്നു. ആ പള്ളിയുടെ പേര് മസ്ജിദ് ഐനൈൻ എന്നായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. ഇതിൽ 1-ാം വർഷം കേട്ടാ. മസ്ജിദ് ഐനൈൻ എന്നായിരുന്നു പള്ളിയുടെ പേര്. അങ്ങനെ മലന്റെ പേര് ജബൽ ഐനൈൻ എന്നായിരുന്നു. അങ്ങനെ പിന്നീട് ഹിജ്റ 3-ാം വർഷം ഉഹുദ് യുദ്ധ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ഈ മലക്ക് മുകളിൽ 50 അമ്പെയ്ത്തുകാരെ നിൽച്ചതിന് ശേഷമാണ് മലന്റെ പേരെന്തായത് ജബൽ റുമാത്ത് എന്നായത് കേട്ടോ. അപ്പൊ ആ മലന്റെ ചരിത്രമൊക്കെ ഉസ്താദ് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഇന്നലെ കയറിയല്ലോ അല്ലെ?